യുദ്ധം കനക്കുന്നു. കർശന നിർദ്ദേശവുമായി ഇന്ത്യ. യുക്രൈനിലെ ഹർക്കീവിൽ കനത്ത ആക്രമണത്തിനൊരുങ്ങി റഷ്യ. ഇന്ത്യക്കാർ ഹർക്കീവിൽ നിന്ന് എത്രയും വേഗം മാറണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിക്ക് മുമ്പ് നഗരം വിടണം. കാൽനടയായെങ്കിലും മാറണം. 17,000 ഇന്ത്യക്കാർ ഇതുവരെ യുക്രൈൻ വിട്ടതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി പറഞ്ഞു. Moving on to the situation there in Ukraine, the cities in eastern Ukraine remain areas of concern for us. Continuing violence there. There are encouraging reports that some students were able to board trains out of Kharkiv yesterday night, today morning, and we assisted in this process through the student contractors and other partners. As you know, we have been in communication with the Russian side regarding safe passage of our nationals from Kharkiv and other nearby cities. The advisory that has just been issued by our embassy a little while ago and also by us on the need for our nationals to leave Kharkiv immediately is on the basis of information received from Russia. We would urge all our nationals to leave Kharkiv immediately to the safe zones or further westwards using any means available, including on foot, and keeping safety in mind. വിവരങ്ങളുമായി KP അഭിലാഷ് ആണ് ചേരുന്നത്. അഭിലാഷ്, ഖാർക്കിവിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. എങ്ങനെയും കാൽനടയായി പോലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ നിന്നുള്ള കുട്ടികളൊക്കെ പറയുന്നത് അവർക്ക് മെട്രോ സ്റ്റേഷന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, അവിടെയെല്ലാം ഷെല്ലിംഗ് നടക്കുകയാണെന്നുമാണ്. എന്താണ് അവിടുത്തെ സ്ഥിതിയുടെ ഒരു ഗുരുതരാവസ്ഥ? ഇന്ത്യ എന്താണ് ഇത്ര പെട്ടെന്ന് ഇത്ര അതിവേഗത്തിൽ രക്ഷപ്പെടണം, അത്ര ഒരു കനത്ത ഷെല്ലിങ്ങിലേക്ക് അല്ലെങ്കിൽ ആക്രമണത്തിലേക്ക് പോകുന്നുവെന്ന റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത്? ഖാർക്കിവിൽ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. റഷ്യയിൽ നിന്ന് ലഭിച്ച ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എത്രയും വേഗം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പ്, 6 മണി എന്ന് പറയുമ്പോൾ യുക്രൈൻ സമയം 6 മണിക്ക് മുമ്പ്, നമ്മുടെ ഒരു 8-8:30 മണിക്ക് മുമ്പായി ഖാർക്കിവിൽ നിന്നും ഏത് വിധേനയും 4 പ്രധാന സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് അതിലേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറണം എന്നുള്ള നിർദ്ദേശമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത്. മലയാളികളടക്കം നിരവധി വിദ്യാർത്ഥികൾ ഖാർക്കിവിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. അഭിലാഷ്, കേൾക്കാമോ? കിരൺ, റഷ്യയിൽ നിന്ന് ലഭിച്ച അറിയിപ്പിനെ തുടർന്നാണ് വിദ്യാർത്ഥികളോട് അടക്കം ഖാർക്കിവിൽ നിന്ന് ഒഴിവാകണം എന്ന് അടിയന്തരമായി ആവശ്യപ്പെട്ടത് എന്നാണ് വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി വ്യക്തമാക്കിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ അറിയിപ്പുകൾ എംബസിയുടെ ഭാഗത്ത് നിന്ന് നൽകിയിരുന്നു. ആ അറിയിപ്പുകളിൽ അധികവും യുക്രൈൻ സൈന്യത്തിന്റെ അടക്കമുള്ള നിർദ്ദേശങ്ങളെ തുടർന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ അറിയിപ്പ് റഷ്യയിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖാർക്കിവ് നഗരം പിടിച്ചെടുക്കാൻ റഷ്യൻ സേന തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും അത്തരത്തിൽ ഒരു അതിരൂക്ഷമായ ആക്രമണം ഖാർക്കിവിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കിരൺ. മാത്രവുമല്ല, 6 മണിക്ക് മുമ്പ്, പ്രാദേശിക സമയം 6 മണിക്ക് മുമ്പ് ഖാർക്കിവ് നഗരത്തിൽ നിന്ന് ഏത് വിധേനയും രക്ഷപ്പെടാൻ തയ്യാറാകണം, ഒഴിവാകണം എന്നാണ് ഇന്ത്യൻ സ്ഥാനപതി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദേശകാര്യ വക്താവ് ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. മാത്രവുമല്ല, 3 പ്രദേശങ്ങളിലേക്ക് ഇവർക്ക് ഒഴിവാകാം. അതായത് ഖാർക്കിവ് നഗരത്തിൽ നിന്ന് പെസോച്ചിൻ, ബേബെ, ബ്ലസിയുഡോവ്ക എന്നിങ്ങനെ 3 നഗരങ്ങളിലേക്ക്, പ്രദേശങ്ങളിലേക്ക് ഒഴിവാകണം എന്നുള്ള നിർദ്ദേശമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. ഇത് കാൽനടയായെങ്കിൽ അങ്ങനെ, അതായത് നിലവിൽ സൂചിപ്പിക്കുന്ന പോലെ ട്രെയിനുകളിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലോ ഒക്കെ യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമാണ് ഉള്ളത് എങ്കിൽ പോലും പ്രദേശത്ത് നിന്ന് ഒഴിയുക എന്നത് തന്നെയാണ് ഏറ്റവും സേഫായ സാഹചര്യം എന്ന് വിലയിരുത്തുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും സാധാരണ നിലയിൽ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം എന്നോ ബങ്കറുകളിലുള്ളവർ അവിടെ തുടരണമെന്നോ ഒക്കെയുള്ള നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടി
കടുത്ത നിർദ്ദേശം നൽകുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയം തന്നെയാണ് കിരൺ. ഒരുപക്ഷെ അത്രമേൽ വലിയ ആക്രമണത്തിനായിരിക്കാം റഷ്യ തയ്യാറെടുക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അതിശക്തമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഇതുവരെയുള്ള ഓപ്പറേഷൻ ഗംഗ ദൗത്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. 15 വിമാനങ്ങളിലായി 3353 ഇന്ത്യൻ പൗരന്മാരെ ഇതുവരെ ഈ രക്ഷാദൗത്യത്തിലൂടെ തന്നെ ഇന്ത്യയിലേക്ക് മടക്കിയിട്ടുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം ഈ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ അതോടൊപ്പം തന്നെ എംബസി നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെ ഏതാണ്ട് 17,000-ഓളം ആളുകൾ യുക്രൈൻ വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായല്ല, മറിച്ച് ഈ യുദ്ധ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ ഉൾപ്പെടെ നൽകിയിട്ടുള്ള അറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ആണ്. കിഴക്കൻ യുക്രൈനിലെ സ്ഥിതി അതീവ ആശങ്കാജനകമാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കിരൺ, ശരി. കിഴക്കൻ യുക്രൈനിലെ സ്ഥിതി അതീവ ഗൗരവമായി തന്നെ തുടരുകയാണ്. ഹർക്കീവിൽ നിന്ന് എത്രയും വേഗം എല്ലാ ഇന്ത്യക്കാരും അവിടെ നിന്ന് ഏത് വിധേനയും ആ നഗരത്തിൽ നിന്ന് മാറണം എന്നുള്ള നിർദ്ദേശമാണ് ഇന്ത്യൻ എംബസി ആവർത്തിച്ച് നൽകുന്നത്. പക്ഷേ അവിടെ നിന്ന് മാറാൻ കഴിയാത്ത അവസ്ഥയിലാണ് മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികൾ. പലരും റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആ വിദ്യാർത്ഥികൾ നേരത്തെയും നമ്മളുമായി സംസാരിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷന് പുറത്ത് കനത്ത ഷെല്ലിംഗ് നടക്കുകയാണ്. അവരടക്കം നേരിട്ട് ഇതുവരെ ബങ്കറുകളിലിരുന്ന് അവർ ശബ്ദം കേൾക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ അവർ നേരിട്ട് ഇതുപോലെ ഷെല്ലുകൾ വന്ന് വീണ് പൊട്ടിത്തെറിക്കുന്നത് കാണുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ. റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ട്രെയിനുകൾ വരുന്നുണ്ട്, പക്ഷേ യുക്രൈൻ സ്വദേശികളെ മാത്രമാണ് അതിൽ പ്രവേശിപ്പിക്കുന്നത്. അല്ലാതെ ഇന്ത്യക്കാരെ അതിൽ പ്രവേശിപ്പിക്കാൻ അവർ അനുവദിക്കുന്നില്ല. ആദ്യം യുക്രൈനുകൾ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് അടുത്തവർ എന്ന ഒരു ഓപ്ഷനിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ കടുത്ത ഒരു സമ്മർദ്ദത്തിൽ നിൽക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. അവിടുത്തെ പല സർവകലാശാലകളിലെയും വിദ്യാർത്ഥികളാണ് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ഇറങ്ങിയത്. പക്ഷെ വരുന്ന വഴിയിൽ 3 വട്ടമാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ ബോംബ് പൊട്ടിയത്. ഇപ്പൊ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സമാധാനമല്ല, നല്ല ടെൻഷൻ കൂടിയതേ ഉള്ളൂ. കാരണം ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഞങ്ങൾ ട്രെയിൻ കയറാൻ നിന്നപ്പോൾ ഒരു മിസൈൽ വന്ന് ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലാണ് വീണത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു മെട്രോയുടെ അകത്താണ് നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിൽ ആകെയുള്ള ഒരു ട്രാൻസ്പോർട്ടിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞ ട്രെയിനാണ്. പക്ഷെ അതിൽ ഞങ്ങളെ കയറ്റുന്നില്ല. ഞാൻ രാവിലെ വന്നിട്ട് 9 മണിക്ക് വന്നിട്ട് ഇപ്പൊ ഒരു 6-7 ട്രെയിൻസ് ആണ് പോയത്. ഒന്നിലും നമ്മളെ കയറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് ഈ കർക്കീവ് ബോർഡർ വിടുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് പോകേണ്ടതെന്ന് എനിക്ക് അറിയൂല സത്യത്തിൽ. ഈ 6 മണിക്കുള്ളിൽ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഷെല്ലിങ് നടക്കുകയാണ്. ഞാനിപ്പം ഉള്ളത് മെട്രോയുടെ അകത്താണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. കാരണം ഇപ്പം പെട്ടെന്നാണ് ഒരു മിസൈൽ അറ്റാക്ക് ഇവിടെ വന്നത്. അതുമല്ല, നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. ഇന്ത്യൻസിന് കയറ്റി വിടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഇന്ത്യൻ ഫ്ലാഗ് കൊണ്ട് നമ്മളെ ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളും കൂടെ വന്നത്. പക്ഷെ എന്നിട്ടും നമ്മളെ കയറ്റി വിടുന്നില്ല. ഇവിടെ ഉള്ള ഉക്രൈനിയൻ സിറ്റിസൺസ് ആയിട്ടുള്ള ലേഡീസിനും നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് കയറ്റിവിടണമെന്നുള്ള അവരുടെ ചിന്തയില്ല. അതുപോലെ തന്നെ നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾക്ക് കർക്കീവിൽ ഇത്രയും നാൾ നിന്നിട്ടുള്ള പരിചയമെങ്കിലും ഉണ്ടെന്ന് പറയാം. പക്ഷെ ഈ പുതിയ ബോർഡറിലോട്ട് നമ്മൾ പെൺപിള്ളേരെ മാത്രമാണ് കയറ്റിവിടുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും ഒന്നും അറിയാതാണ് പോകുന്നത്. ബോയ്സിനെ ഒന്നും കയറ്റിവിടുന്നില്ല. അതെന്താണെന്ന് അറിയൂല. 1000 to 1500 to 2000 സ്റ്റുഡൻസ് കാണും. കാരണം 2 ഹോസ്റ്റല്, ഫ്ലാറ്റ് എല്ലാം. നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടായിരിക്കാം നമ്മളെ ഇന്ന് ഇവാക്യുവേഷൻ ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷെ ഇന്ന് ഇത്രയും വന്നതുകൊണ്ട് വല്ല അറിയൂല. നമുക്ക് ട്രെയിൻ ഒന്നും കിട്ടുന്നുമില്ല. നമുക്ക് വേറൊരു ട്രാൻസ്പോർട്ടിംഗ് മെത്തേഡ് ഇവിടെ ഇപ്പൊ തൽക്കാലത്തേക്കില്ല. എങ്ങനെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് എല്ലാരും ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. കാരണം നമുക്ക് ഇപ്പം കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഇന്നത്തോടെ കർക്കീവ് വിടണം. അപ്പം എല്ലാരും റെയിൽവേ സ്റ്റേഷനിൽ വരണമെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അതുകൊണ്ട് അറിയൂല. നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഉള്ള ആകെ ഒരു ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ട്രെയിനാണ്. ഞങ്ങളെ അതേ കയറ്റുന്നതില്ല. അതുമല്ല, ഇപ്പൊ ഇപ്പം ട്രെയിൻ സ്റ്റേഷന്റെ പുറത്ത് ഭയങ്കര ഷെല്ലിംഗ് ആണ് നടക്കുന്നത്. മിസൈൽ അറ്റാക്കും ബോംബിങ് ആൻഡ് ഫയർ അറ്റാക്കും എല്ലാം ആണ്. ഞങ്ങൾ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ട് വന്നിട്ട് ഓടിക്കേറിയതാണ് ഇവിടെ. നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര പുകയും ഭയങ്കര എന്തൊക്കെയോ സംഭവങ്ങളായിരുന്നു. നമ്മൾ ആ മിസൈൽ വന്ന് വീണത് നമ്മുടെ തൊട്ടടുത്തായിരുന്നു വന്ന് വീണത്. ട്രെയിൻ അല്ലാതെ നമ്മളുടെ
നമ്മളുടെ ഫ്രണ്ടിൽ വേറൊരു ഓപ്ഷൻ ഇല്ല സാർ. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ രാവിലെ 5 മണിക്ക് ഇറങ്ങി നടക്കാനാണ് തുടങ്ങിയത്. 3 വട്ടമാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ ബോംബ് അറ്റാക്ക് വന്നു വീണത്. ഞങ്ങൾ എന്നിട്ട് പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും ട്രെയിൻ കിട്ടി നമ്മൾ ഏതെങ്കിലും ബോർഡറിൽ എത്താമെന്നും പറഞ്ഞിട്ടാണ് വന്നത്. ടാക്സി ഇല്ല, മെട്രോ ഇല്ല, ആകെ ഉള്ളത് ട്രെയിൻ മാത്രമാണ്. ട്രെയിനിൽ ഇവർ കയറ്റുന്നുമില്ല. നമുക്ക് പിന്നെ ഈ കർക്കീവിൽ നിന്ന് വേറെ എങ്ങോട്ടും പോവാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല സാർ. ഇപ്പൊ നമുക്ക് റോഡ് ട്രാൻസ്പോർട്ടേഷനും ഒന്നും ഈ സമയത്ത് പോസിബിൾ അല്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഈ മെട്രോയുടെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് ഫയർ അറ്റാക്ക് ആണ് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഏത് സാഹചര്യത്തിലാണ് വെളിയിലോട്ട് ഇറങ്ങേണ്ടതെന്ന് എനിക്ക് അറിയൂല. എങ്ങനെയാണ് പോകേണ്ടതോ എന്നൊന്നും അറിയുന്നില്ല. എംബസിക്ക് ഞങ്ങളെ വേണമെങ്കിൽ ആ റഷ്യൻ ബോർഡറിൽ വഴി ഒന്ന് സംസാരിച്ച് അവർ ചർച്ചകൾ ചെയ്യുന്നുണ്ടെന്ന് പല MP-മാരും മന്ത്രിമാരും എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അനുകൂലമായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എനിക്ക് അവരുടെ സിറ്റുവേഷൻസ് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങളുടെ സിറ്റുവേഷൻസ്, ഞാൻ 7 ദിവസമായിട്ട് നല്ലോണം ഉറങ്ങിയിട്ടുമില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. ടെൻഷൻ അടിച്ചാണ് ഓരോ ദിവസവും. സത്യത്തിൽ ഞങ്ങളിപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ ഓരോ ഇവിടുത്തെ ഫോറിനേഴ്സ് പെട്ടി വലിച്ചോണ്ട് പോകുമ്പോ ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സുകളെല്ലാം ഞെട്ടുക, മിസൈല് പോകുന്ന അത്രയ്ക്ക് ടെൻഷൻ അടിച്ചാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങളിപ്പോ ആരോട് ഈ അവസ്ഥ പറയാനാണെന്ന് എനിക്ക് അറിയൂല. യുക്രൈൻ രക്ഷാദൗത്യം ഓപ്പറേഷൻ ഗംഗ തുടരുകയാണ്. ഇന്ന് 5 വിമാനങ്ങൾ ഇന്ത്യയിൽ തിരിച്ചെത്തി. വ്യോമസേനയുടെ 3 വിമാനങ്ങളും രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി. വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ സുരക്ഷിത പാത ഒരുക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം പരിഗണിക്കുന്നതായി റഷ്യ അറിയിച്ചു. ബുഡോമറിയസ് അതിർത്തിയിൽ ചെക്ക് പോയിന്റിലെത്തിയ കേന്ദ്രമന്ത്രി ജനറൽ VK സിംഗ് ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി. യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന രക്ഷാദൗത്യം ഓപ്പറേഷൻ ഗംഗ അതിവേഗം തുടരുകയാണ്. 1377 ഇന്ത്യക്കാരെയാണ് ഇന്ന് നാട്ടിലെത്തിക്കുന്നത്. റൊമേനിയ, ഹംഗറി, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഡൽഹിയിലെത്തിയ യാത്രക്കാരെ കേന്ദ്രമന്ത്രിമാർ സ്വീകരിച്ചു. നാട്ടിൽ തിരിച്ചെത്തിയതിന്റെ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ. ഇന്ത്യൻ ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ വളരെ നന്ദിയുണ്ട്. ഏത് സമയം എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെയും ഞങ്ങളെ സേഫ് ആക്കിയതുപോലെ ആക്കും എന്നുള്ള ഒരു പ്രതീക്ഷ. എംബസി പോലും ചില സമയങ്ങളിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇവിടെ നാട്ടിൽ തിരിച്ചെത്തിയത് വളരെ ഹാപ്പിയാണ്, ലക്കിയാണ്. എല്ലാ ഫെസിലിറ്റീസും എംബസി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പോളണ്ടിലേക്ക് പ്രവേശിക്കാൻ ബുഡോമിയൻസ് അതിർത്തി ചെക്ക് പോയിന്റിലെത്തിയ വിദ്യാർത്ഥികളുമായി കേന്ദ്രമന്ത്രി ജനറൽ VK സിംഗ് ആശയവിനിമയം നടത്തി. വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ സുരക്ഷിത പാത ഒരുക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം പരിഗണിക്കുന്നതായി റഷ്യ അറിയിച്ചു. ഹാർക്കീവിലും യുക്രൈന്റെ കിഴക്കൻ മേഖലയിലും കുടുങ്ങിയ ഇന്ത്യക്കാർക്കായി അധികാരികളുമായി ബന്ധപ്പെട്ടു വരികയാണെന്നും റഷ്യൻ സ്ഥാനപതി ഡെന്നിസ് അലിപ്പോ പറഞ്ഞു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ 26 വിമാനങ്ങൾ യുക്രൈനിലേക്ക് സർവീസ് നടത്തുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അറിയിച്ചു. വ്യോമസേനയുടെ 3 C-17 വിമാനങ്ങളും ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. യുക്രൈനിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികളുമായാണ് വിമാനം പുറപ്പെട്ടത്. ന്യൂസ് 18 ഡൽഹി. യുക്രൈനിൽ ചികിത്സയിലിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി മരിച്ചു. പഞ്ചാബ് സ്വദേശി 22-കാരനായ ചന്ദൻ ജിൻഡാലാണ് മരിച്ചത്. പക്ഷാഘാതം മൂലം 1 മാസമായി ചികിത്സയിലായിരുന്നു. വിൻസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ചന്ദൻ ജിൻഡാൽ. മരണം നേരത്തെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. യുക്രൈനെതിരായ ആക്രമണം അതിശക്തമാക്കി റഷ്യ. ഒഡേസ, ഖേർസൺ, ഖാർക്കീവ്, കീവ്, സുമി അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യോമാക്രമണം ശക്തമായി തുടരുകയാണ്. കനത്ത നാശമാണ് പലയിടത്തും. റഷ്യയ്ക്ക് നേരെ യുക്രൈനും തിരിച്ചടിക്കുന്നുണ്ട്. റഷ്യൻ കടന്നാക്രമണത്തിൽ 2000 പൗരന്മാർ കൊല്ലപ്പെട്ടെന്ന് യുക്രൈൻ അറിയിച്ചു. അതേസമയം 2ാം ഘട്ട ചർച്ചയും നടക്കാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. 2ാം ഘട്ട ചർച്ച എന്ന് നടക്കുമെന്ന് വ്യക്തതയില്ലെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ വ്യക്തമാക്കി. ഇതിനിടെ മുൻ പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ചിനെ പ്രസിഡന്റാക്കണമെന്ന നിർദ്ദേശം പുടിൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനായി യാനുക്കോവിച്ചിനെ ബെലാറൂസിലേക്ക് വിളിച്ചു വരുത്തി റഷ്യ ചർച്ച നടത്തി. അണ്വായുധ ഭീഷണിയും റഷ്യ ശക്തമാക്കിയിട്ടുണ്ട്. വാർ ഡെസ്കിൽ നിന്നും ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാൽ, ജോയ് നായർ, ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ഗോപിക സുരേഷ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീലാലിലേക്ക്. റഷ്യയുടെ ഒരു ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എത്രയും വേഗം ഏത് വിധേന അതിന് നടന്നായാൽ പോലും വേണ്ടില്ല കുട്ടികൾ ഈ ഖാർക്കീവ് വിടണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഖാർക്കീവിൽ കുട്ടികൾ പറയുന്നത് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, അത്രത്തോളം അവിടെ ഷെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്.
അതിരൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണോ കാണുന്നത്? തീർച്ചയായും കിരൺ, ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ വിദേശകാര്യ വക്താവ് നടത്തിയിരിക്കുന്നത്. അതായത് റഷ്യൻ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, റഷ്യ അറിയിച്ച അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അരിന്ദം ബക്ഷി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആശങ്കയുടെ മുൾമുന്നിൽ തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഉള്ളത്. അവർക്ക് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് കാർക്കീവിലെ ട്രെയിൻ സ്റ്റേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് അവർ നമ്മോട് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. പക്ഷേ വിദേശകാര്യ വക്താവ് പറയുന്നത് ഏത് വിധേനയും കാൽനടയായിട്ടാണെങ്കിലും അവിടെ നിന്ന് എത്രയും വേഗം പുറത്തേക്ക് പോകണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നിൽക്കുന്നത് തീരെ സുരക്ഷിതമല്ലാത്തൊരു സ്ഥലത്താണെന്ന് അവർ വിദേശകാര്യ വക്താവ് വ്യക്തമായി പറയുന്നു. ആ വ്യക്തമായി പറയുന്നത് റഷ്യ നൽകിയിട്ടുള്ള ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുമ്പോൾ തീർച്ചയായും ഖാർക്കീവിലേക്ക് വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് റഷ്യയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ഗോപിക ചേരുന്നു. ഗോപിക, ഈ കുട്ടികൾ, അപർണ അടക്കമുള്ള കുട്ടികൾ, അവർ ഏറ്റവും അവസാനം പങ്കുവച്ചത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിദേശകാര്യ വക്താവ് തന്നെ പറയുന്നത് എത്രയും വേഗം കാൽനടയായിട്ടാണെങ്കിലും അവിടെ നിന്ന് പോകണമെന്ന്. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ എങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്? അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തത നമുക്ക് വന്നിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഇവരിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ ഏത് ഭാഗത്തൊക്കെയാണ്? ശ്രീലാല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, മലയാളി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കാജനകമായ, ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്ഥിതി വിശേഷത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുക്രൈനിൽ സമയം 3:30. ഇനി ഏതാണ്ട് 2.25 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. തുടർന്നുള്ളൂ 2.25 മണിക്കൂർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതായത് ഈ 2.25 മണിക്കൂറിനിടയിൽ ഇവർ ഈ ഖാർക്കീവിൽ നിന്നും പോകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ വന്നിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായും. യുക്രൈൻ സമയം 3:30. ഇനി 2.25 മണിക്കൂർ മാത്രമാണുള്ളത്. യുക്രൈനിയൻ സമയം അനുസരിച്ച് 6 മണിക്കുള്ളിൽ തന്നെ ഈ ഖാർക്കീവിൽ നിന്ന് പല പ്രദേശങ്ങളിലേക്ക് മാറണം. ഖാർക്കീവ് നമുക്കറിയാം, ഈ റഷ്യൻ ആക്രമണമൊക്കെ അതിശക്തമാകുന്ന ഒരു സാഹചര്യമാണ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. റഷ്യയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇന്ത്യൻ എംബസി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശ്രീലാൽ ചോദിച്ചതുപോലെ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളുടെ പേരാണ് ഇന്ത്യൻ എംബസി ഈ കുട്ടികൾക്ക് നൽകുന്നത്. ബേസിലോട്ക എന്ന് പറഞ്ഞാൽ റഷ്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പീസോഖിൻ ഖാർക്കീവിൽ നിന്ന് 44 മിനിറ്റ് ദൂരെയുള്ള ഒരു പ്രദേശമാണ്. ഷീൻക, ഇങ്ങനെയുള്ള 3 സ്ഥലങ്ങളിലേക്ക് എത്താനാണ് കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നമ്മൾ മാപ്പിലും മറ്റും നോക്കുകയാണെങ്കിൽ ഈ പീസോച്ചിൻ എന്ന് പറഞ്ഞാൽ ഈ ഖാർക്കീവിൽ നിന്ന് വെസ്റ്റ് ഭാഗത്തേക്കുള്ള ഒരു സ്ഥലമാണ് പീസോക്കിൻ. അതുപോലെ തന്നെ ഈ ബേസിലോട്ക എന്ന് പറഞ്ഞാൽ ഈ ഖാർക്കീവിൽ നിന്ന് ഒരു 2 മണിക്കൂറോളം ദൂരം വരുന്ന ഒരു സ്ഥലമാണ് ബേസിലോട്ക, അതായത് റഷ്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. അതുപോലെ തന്നെ ഷീൻക ഏകദേശം ഇവിടെയായി വരും. അതായത് 3 ഭാഗങ്ങളിലേക്ക് നീങ്ങാനാണ് കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതെ, തീർച്ചയായും. ബേസിലോട്ക എന്ന് പറയുന്ന പ്രദേശം റഷ്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആ തരത്തിൽ ഇന്ത്യ റഷ്യ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യക്ക് ആശാവഹമായ കാര്യങ്ങൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വാർത്തകൾ വരുന്നു. ആ തരത്തിൽ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗത്തിന്റെ ഭാഗമായൊക്കെ തന്നെ ആയിരിക്കാം ഇന്ത്യ ഇപ്പോൾ റഷ്യൻ അതിർത്തി മേഖലയായ ഒരു പ്രദേശത്തേക്ക് കുട്ടികളെ എത്തിക്കാൻ പറയുന്നത്. തീർച്ചയായും ഗോപിക, ഞാൻ ജോയ് നേരെ കൂടി ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ജോയ്, 2ാം വട്ട സമാധാന ചർച്ചകൾ ഏതാണ്ട് നടക്കില്ല എന്നുള്ള തരത്തിൽ നിൽക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഈ ചർച്ച കൊണ്ട് 1ാം വട്ട ചർച്ച നടന്നു, അതുകൊണ്ട് കാര്യമായ ഗുണങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ ചർച്ച നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. 2ാം വട്ട ചർച്ചകൾ എത്തപ്പെടുന്നു. ഈ ചർച്ച കൊണ്ട് എന്താണ്, ഈ ചർച്ച നടക്കുമോ എന്നുള്ള ആശങ്ക 1. 2, നടന്നാൽ പോലും ഈ നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും വലിയ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു റഷ്യ എന്നുള്ള സാഹചര്യത്തിൽ ചർച്ച കൊണ്ട് എന്താണ് ഗുണമുണ്ടാകാൻ പോകുന്നത്? തീർച്ചയായും ഇന്നലെ മുതൽ തന്നെ വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത 2ാം ഘട്ട ചർച്ച നടക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി അതിലൊരു അനിശ്ചിതത്വം വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇരു രാജ്യങ്ങളും, റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും, ഈ ചർച്ചയുടെ അനിശ്ചിതത്വത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും 2ാം ഘട്ട ചർച്ച എന്ന് നടക്കുമെന്നും വ്യക്തതയില്ലെന്നാണ് യുക്രൈൻ്റെ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലോബ വ്യക്തമാക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നിൽക്കുന്നു. റഷ്യ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റഷ്യയുടെ ഈ അന്ത്യശാസനം നിലനിൽക്കുമ്പോൾ ഞങ്ങളായി ചർച്ചയ്ക്ക് പോകേണ്ട സാഹചര്യം എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പുടിൻ എന്ത് പറഞ്ഞോ അതിൽ നിന്ന് അണുവിട ചലിക്കാതെ അതേപോലെ തന്നെ തുടരുന്നു. കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ആക്രമണം എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതേസമയം റഷ്യ പറയുന്നൊരു കാര്യം, യുക്രൈൻ എന്തായാലും ഈ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അമേരിക്കയുടെ ഒരു അന്ത്യശാസനമുണ്ട്,
അതുപോലെ തന്നെ നിങ്ങൾ ബോംബിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തിന് ചർച്ചയ്ക്ക് പോകണമെന്നൊരു ചോദ്യം അവരും ചോദിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുകയാണ് അമേരിക്കയെ കുറ്റപ്പെടുത്തിയാണ് റഷ്യ ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുന്നത്. പിന്നെ ഈ ചോദിച്ചതുപോലെ എന്തിനാണ് ഈ ഇത്രയും വലിയൊരു ആക്രമണവും കാര്യങ്ങളും മരണങ്ങളുമെല്ലാം ഇപ്പോൾ ഏറ്റവും BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2000 BBC-യുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് 2000 യുക്രൈൻ ഭാഗത്തും 2000 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്തകൾ അവിടെ നിന്നും യുദ്ധമുഖത്തു നിന്നുള്ള വാർത്തകൾ വളരെ സ്കെച്ചിയാണ്, വളരെ കുറച്ച് പരിമിതമായ വാർത്തകൾ മാത്രമാണ് വരുന്നത്. കിരൺ, എന്തായാലും ആശങ്കാജനകമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഏറെ മലയാളി വിദ്യാർത്ഥികളുള്ള സ്ഥലമാണിത്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരും ഏറെ ഉള്ള സ്ഥലമാണ്. എത്രയും വേഗം അവർ രക്ഷപ്പെടുക എന്നുള്ള നിർദ്ദേശം മാത്രമേ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ഔദ്യോഗികമായി നൽകിയിട്ടുള്ളൂ. പക്ഷേ കുട്ടികൾ പറയുന്ന അവിടുത്തെ അവസ്ഥ അതിനേക്കാളും മോശമാണ് എന്ന് തന്നെയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തകൾ തന്നെ തുടരും. വൻ നഗരങ്ങൾക്കൊപ്പം ചെറുനഗരങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ച് റഷ്യ. 100 കണക്കിന് ആളുകളും നിരവധി വാസസ്ഥലങ്ങളും തകർന്നു. രണ്ടാമത്തെ വലിയ നഗരമായ ഹർക്കീവിൽ റഷ്യൻ പാരാട്രൂപ്പ് പറന്നിറങ്ങി അധിശ്വസ്തം പ്രഖ്യാപിച്ചു. നിരവധി പൗരന്മാരുടെ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ചെറുനഗരമായ ഖേഴ്സണിലും സേന പ്രവേശിച്ചു. 64 കിലോമീറ്റർ നീളമുള്ള റഷ്യൻ സൈനിക ലോങ് മാർച്ച് കീവിൻ്റെ 26 കിലോമീറ്റർ അടുത്ത് നിലയുറപ്പിക്കുകയാണ്. തലസ്ഥാനത്തെ ടെലിവിഷൻ ടവർ റഷ്യൻ മിസൈലിൽ തകർത്തു. യുക്രൈൻ്റെ വടക്കൻ അതിർത്തിയിലേക്ക് ബെലൂറസ് കൂടുതൽ സൈന്യത്തെ നീക്കിയിട്ടുണ്ട്. 8, 9, 10, 11, 12, 13, 14, 15, 16, 17. Есть! Есть, блядь! Два! നിപ്രോയിലേക്ക് പറന്നു വന്ന റഷ്യൻ ഹെലികോപ്റ്ററുകൾ അതൊന്നൊന്നായി വെടിവെച്ചിടുകയാണ് യുക്രൈൻ സൈന്യം. പിന്തുണയുമായി ഒപ്പമിറങ്ങുകയാണ് നാട്ടിൽ ശേഷിക്കുന്ന ജനത. അതിന് റഷ്യയുടെ തിരിച്ചടി ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചാണ്. ആശുപത്രികളുടെ നിലവറകൾ മൃതദേഹങ്ങൾ കൊണ്ട് നിറയുന്നു. രണ്ടാമത്തെ വലിയ നഗരമായ ഹാർക്കിവിൽ റഷ്യൻ പാരാട്രൂപ്പ് അംഗങ്ങൾ പറന്നിറങ്ങി. ഇന്നലെ ഭരണകേന്ദ്രമായ ഫ്രീഡം ടവർ തകർത്തതിന് പിന്നാലെയാണ് ഇന്നത്തെ അധീശത്വ പ്രഖ്യാപനം. യുക്രൈൻ സൈന്യവും ഇത് സ്ഥിരീകരിച്ചു. ഹാർക്കിവ് ഈ വ്യോമാക്രമണത്തിനു ശേഷം തകർന്നു കിടക്കുകയാണ്. പതിറ്റാണ്ടുകളുടെ പ്രയത്നം കൊണ്ട് ഉയർന്ന നഗരം ഇപ്പോൾ കോൺക്രീറ്റ് കൂമ്പാരം. റഷ്യയുടെ RT ടെലിവിഷൻ യൂറോപ്പ് വിലക്കിയപ്പോൾ കീവിന്റെ ടെലിവിഷൻ ടവർ തകർത്തായിരുന്നു റഷ്യയുടെ തിരിച്ചടി. Дальше еще сейчас будут. Она стоит. И будет падать, не дай бог, прямо на нас. 5 പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ചെറുനഗരങ്ങളിൽ കൂടി വ്യോമാക്രമണം ആരംഭിച്ച ദിവസമാണിന്ന്. സിറ്റോമിറിലെ ബോംബാക്രമണത്തിൽ നിന്ന് കത്തുകയാണ് വീടുകൾ. തീയണയ്ക്കാൻ അഗ്നിരക്ഷാസേനകൾക്കൊന്നും ഫലപ്രദമായി എത്താൻ പോലും കഴിയുന്നില്ല. В этом доме есть человек, вот в этом доме. Аккуратно, тушите эту хуйню, что ты надо. Давай. ഇതുവരെ കണ്ടതൊന്നുമല്ല യുദ്ധമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഓരോ നഗരങ്ങളിൽ നിന്നും പുറത്തുവരുന്ന കാഴ്ചകൾ. വാർഡെസ്ക്, ന്യൂസ് 18. ഒരിക്കലും യുദ്ധം നേരിടേണ്ടി വരില്ല എന്ന യൂറോപ്പിൻ്റെ ആത്മവിശ്വാസത്തിലാണ് വ്ളാഡിമിർ പുടിൻ തകർത്തു കളഞ്ഞത്. ലോക പോലീസ് എന്ന അമേരിക്കയുടെ അപ്രമാദിത്വമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സൈനിക നടപടിക്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴും
റൊമേനിയയുമായി ചേർന്ന് ഫ്രാൻസ് ആണവായുധ വാഹിനികൾ ഉപയോഗിച്ച് പരിശീലനം പ്രഖ്യാപിച്ചു. ഇതാണ് സൈപ്രസ് തീരത്ത് നങ്കൂരമിട്ട ഫ്രാൻസിന്റെ ആണവായുധ വിമാനവാഹിനി കപ്പൽ. കിഴക്കൻ മെഡിറ്ററേനിയൻ തീരത്ത് 2 മാസത്തെ പരിശീലനത്തിന് എന്ന പേരിൽ എത്തിച്ചിരിക്കുന്ന കപ്പലിൽ 20 റഫാൽ യുദ്ധവിമാനങ്ങളുണ്ട്. എല്ലാം ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളത്. സൈപ്രസ് തീരത്ത് ഇത് നങ്കൂരമിട്ടു എന്നതിലും വലിയ വാർത്ത റൊമാനിയയുമായി ചേർന്നുള്ള പരിശീലനമാണ്. യുക്രൈൻ അതിർത്തിയിൽ റൊമാനിയയുമായി ഇപ്പോൾ നടത്തുന്ന പരിശീലനം യുദ്ധത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. കഴിഞ്ഞയാഴ്ച ബാൾട്ടിക്കിൽ റഷ്യ ആണവായുധവാഹക ശേഷിയുള്ള വിമാനങ്ങളുമായി നടത്തിയ പരിശീലനത്തിനുള്ള മറുപടി മാത്രമല്ല ഇപ്പോൾ ഫ്രാൻസ് നൽകുന്നത്. പോളണ്ടിൽ അമേരിക്ക തുറന്ന പുതിയ സൈനിക ക്യാമ്പിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവന്നെങ്കിൽ ഇന്ന് ജർമ്മനിയിൽ നിന്നാണ് കാഴ്ച. യൂറോപ്പിനൊപ്പം അമേരിക്ക സൈനികമായി സജ്ജമായി കഴിഞ്ഞു എന്ന് തെളിയിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. അമേരിക്കൻ സൈനികർ വൻതോതിൽ ജർമ്മനിയിൽ വന്നിറങ്ങുന്നതിന്റെ ഈ ദൃശ്യങ്ങൾ മാത്രമല്ല യുദ്ധനീക്കങ്ങളിൽ ഉള്ളത്. റൊമേനിയയിലേക്ക് പുറപ്പെട്ട ബെൽജിയൻ സംഘവുമുണ്ട്. പടയൊരുക്കം യൂറോപ്പിലും അമേരിക്കയിലും മാത്രമല്ല, റഷ്യക്കുള്ളിൽ തന്നെ യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അവരെ നിർദാക്ഷിണ്യം ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയാണ് റഷ്യൻ പോലീസ്. വാർഡെസ്ക് ന്യൂസ് 18. റഷ്യയെ നേരിടാൻ നാറ്റോ സർവ്വസജ്ജമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. സ്വച്ഛാധിപത്യത്തിനുമേൽ സ്വാതന്ത്ര്യത്തിന്റെ വിജയം ഉടനുണ്ടാകും. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ റഷ്യക്കെതിരെ പ്രമേയമെന്ന് വോട്ടിനിടും. Tonight, I say to the Russian oligarchs and the corrupt leaders who built billions of dollars off this violent regime, no more. The United States, I mean it. പുടിന്റെയും അഴിമതിക്കാരായ കൂട്ടാളികളുടെയും പ്രഭുവാഴ്ച. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഈ പ്രയോഗത്തിന് എഴുന്നേറ്റ് നിന്നു കൈയടിച്ചു ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും. അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഹിറ്റ്ലറെ പോലും ഇത്ര കടുത്ത ഭാഷയിൽ വിമർശിച്ചതായി രേഖകളില്ല. റഷ്യയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. ഇതുവരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളൊക്കെ തുടക്കം മാത്രമാണ്. റഷ്യ യുദ്ധത്തിനായി നീക്കിവെച്ച മുഴുവൻ പണവും അസാധുവാകും. യുദ്ധത്തിനിറങ്ങുമോ എന്ന ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരം പ്രസംഗത്തിലും ബൈഡൻ പറഞ്ഞില്ല. നേറ്റോ സഖ്യകക്ഷികളുടെ ഓരോ ഇഞ്ച് സ്ഥലവും സംരക്ഷിക്കാൻ അമേരിക്ക ഇറങ്ങുമെന്നാണ് കോൺഗ്രസിനോടുള്ള പ്രഖ്യാപനം. റഷ്യ യൂറോപ്പിനെ ആക്രമിക്കാത്തിടത്തോളം ഇടപെടില്ലെന്നും വ്യാഖ്യാനിക്കാം. യുക്രൈനെ നേറ്റോ അംഗമാക്കി തിരിച്ചടിക്കുമെന്നും പറയാം. അതിന് സൂചനയായി ഒരു വാചകം കൂടി ബൈഡൻ പറഞ്ഞു. പുടിൻ കരുതിയത് നേറ്റോ ഇടപെടില്ല എന്നാണ്. അദ്ദേഹത്തിന് തെറ്റി. ഞങ്ങൾ തയ്യാറാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ റഷ്യക്കെതിരായ പ്രമേയം ഇന്ന് വോട്ടിനിടും. 193 അംഗരാജ്യങ്ങളിൽ ശേഷിക്കുന്നവരുടെ പ്രസംഗങ്ങൾക്ക് ശേഷം പ്രമേയത്തിൽ നടപടി എന്നാണ് ഇന്നത്തെ അജണ്ട. ഇന്ത്യൻ സമയം രാത്രി 8:30-ക്കാണ് യോഗം ആരംഭിക്കുന്നത്. വാർഡെസ്ക് ന്യൂസ് 18. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് ആശങ്ക പങ്കുവച്ച് കരയുന്ന യുക്രൈൻ മാധ്യമപ്രവർത്തകരുടെ ദൃശ്യങ്ങൾ ലോക ശ്രദ്ധ നേടി. നിങ്ങളും റഷ്യയ്ക്ക് പേടിയാണ്. ദുരിതമനുഭവിക്കുന്നത് യുക്രൈനിലെ കുട്ടികളാണ്. എവിടെ പോകണമെന്നറിയില്ലെന്ന് മാധ്യമപ്രവർത്തക പറയുന്നു. And I think we're now going to go to a question from Ukraine. Thank you, Prime Minister. Daria Kaleniuk. I had Anti-Corruption Action Center from Ukraine. I passed the border a couple of days ago. I'm from Kiev. Most of my
family. Most of my team members are still in Ukraine, in Kyiv. You are coming to Poland. You are not coming to Kyiv, Prime Minister. You are not coming to Lviv because you are afraid. Because NATO is not willing to defend. Because NATO is afraid of World War III. But it is already started. And these are Ukrainian children who are there taking the hit. You're talking about more sanctions, Prime Minister, but Roman Abramovich is not sanctioned. He's in London. His children are not in the bombardments. His children are there in London. Putin's children are in Netherlands, in Germany, in mansions. Where are all these mansions seized? I don't see that. I see that my family members, that my team members are saying that we are crying. We don't have where to run. This is what is happening, Prime Minister. മകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം രാജ്യം നടന്നു കടക്കാനൊരുങ്ങുകയാണ് 80-കാരി. യുക്രൈനിൽ നിന്ന് ഹംഗറിയിലേക്കുള്ള ഈ യാത്രയിൽ ശാപം പോലെ ഒരു കാര്യമേ പിരോസ്ക എന്ന ഈ 80-കാരി പറയുന്നുള്ളൂ: ഈ മണ്ണിലേക്ക് ഇനി ഒരിക്കലും മടങ്ങി വരില്ല. ഇവർ 3 സ്ത്രീകളാണ്. നാട് തന്നെ ഉപേക്ഷിച്ചു പോവുകയാണ്. പിരോസ്ക ബസ്കയും മകളും കൊച്ചുമകളും. 1942 യുക്രൈനിലെ ചെമൂനിനിൽ ജനിച്ചതാണ്. 80 കടന്നു. ഇനിയൊരു മടക്കമുണ്ടാകുമോ? ഇനി എന്ത് തരുമെന്ന് പറഞ്ഞാലും വരില്ല. വീടും ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞു പോരുകയാണ്. മകൾക്കൊരു നായയുണ്ടായിരുന്നു. അതെവിടേക്കോ ഓടിപ്പോയി. ഈ കയ്യിലുള്ളതല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. ഇവിടെ ഇനി ആര് ജീവിക്കാൻ? മകൾ തയ്യൽക്കാരിയാണ്. കൊച്ചുമകൾ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയും. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റാണ് ലക്ഷ്യം. 2 കൊച്ചുമക്കൾ അവിടെയുണ്ട്. അവരുടെ പരിമിത സൗകര്യങ്ങളിലേക്ക് ചെന്ന് കയറുകയാണ് ഈ കുടുംബം. സൈനിക സേവനം യുക്രൈൻ നിർബന്ധമാക്കിയതോടെ മകളുടെ ഭർത്താവ് 2 ദിവസം മുൻപ് തന്നെ ഹംഗറിയിലേക്ക് രക്ഷപ്പെട്ടു. 2ാം ലോക മഹായുദ്ധാനന്തര ഭീകരത നേരിൽ കണ്ടയാളാണ് ബസ്ക. ഹിറ്റ്ലറുടെ ജർമ്മനി കീഴടക്കിയ യുക്രൈനിലെ യുദ്ധക്കെടുതികൾ അനുഭവിച്ചയാൾ. പോകുമ്പോൾ തിരിഞ്ഞുനോട്ടമില്ലാതെ അവർ പറയുന്നു: ഇനി എനിക്ക് ഉറങ്ങാനാകില്ല. പഴയ ഒരു മരം പറിച്ചു നട്ടാൽ അതിന് വേര് പിടിക്കില്ല, കരിഞ്ഞുപോകും. ഉള്ളിൽ തട്ടി ബക്സ പറയുന്നത് സ്ഫോടന ശബ്ദങ്ങൾക്കിടെ ആരു കേൾക്കാൻ? വാർഡെസ്ക്, ന്യൂസ് 18. ഹർക്കിവിൽ സൈന്യം തകർത്തത് റഷ്യൻ ചരിത്രവുമായി അഭേദ്യ ബന്ധമുള്ള സ്മാരകം. 1 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള കെട്ടിടം ഏറെക്കാലം KGB സ്ഥാപകന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. യുക്രൈനിലെ ഏറ്റവും വലിയ ലെനിൻ പ്രതിമകളൊന്നും നിന്നതും ഇവിടെയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. ചരിത്രബോധവും മനുഷ്യത്വവുമില്ലാത്ത അക്രമി സംഘമാണ് കടന്നുവരുന്നത് എന്നതിന്റെ തെളിവ്. ഇപ്പോഴിത് ഹാർക്കിവിലെ ഭരണസിരാ കേന്ദ്രമായിരുന്നുവെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ അറിയപ്പെട്ടിരുന്നത് സെർഷിൻസ്കി മൈതാൻ എന്നാണ്. Welcome you all back on behalf of every Indian. Welcome back home. To all those who are from Kerala. എങ്ങനെയുണ്ട്? अब मैं दिल्ली में आ गया हूँ अम्मा। दिल्ली आ क्या? हाँ। എത്രയും പെട്ടെന്ന് അവരെയും ഞങ്ങളെ സേഫ് ആക്കിയതുപോലെ ആക്കും എന്നുള്ളൊരു പ്രതീക്ഷ. ഇവിടെ നാട്ടിൽ തിരിച്ചെത്തിയത് വളരെ ഹാപ്പിയാണ്, ലക്കിയാണ്. എല്ലാ ഫെസിലിറ്റീസും എംബസി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഹർക്കീവിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി മലയാളി വിദ്യാർത്ഥികളുണ്ട്. അഫ്രീൻ സുൽത്താന ആലപ്പുഴ സ്വദേശിയാണ്. അഫ്രീൻ, ഇപ്പോൾ എവിടെയാണ്? റെയിൽവേ സ്റ്റേഷനിലാണോ മെട്രോ സ്റ്റേഷനിലാണോ ഉള്ളത്? എവിടെയാണ്? എന്താണ് അവിടുത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ? ഞങ്ങൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നിങ്ങൾക്ക് ട്രെയിൻ വരുന്ന ട്രെയിനിൽ ഇപ്പോൾ കയറാൻ അനുവദിക്കുന്നുണ്ടോ? ഹലോ, നിങ്ങളെ ട്രെയിനിൽ കയറാൻ അനുവദിക്കുന്നുണ്ടോ ആരെങ്കിലും?
ഇല്ല നമ്മളെ കയറാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ അടുത്ത് രാവിലെ ഇത്രയും നമ്മൾ ദിവസം വെയിറ്റ് ചെയ്തത് ഇവാക്യുവേഷൻ എന്നുള്ള ഇതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതുവരെ ഒന്നും തന്നെ ഉണ്ടായില്ല. സിറ്റുവേഷൻസ് വേഴ്സ് ആവുന്നതല്ലാണ്ട് ഇതുവരെ ഒന്നും തന്നെ നമുക്ക് പ്രത്യേകിച്ചായിട്ട് എംബസിയുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഒന്നും ഉണ്ടായില്ല. ഇന്ന് നമ്മളോട് പെട്ടെന്നാണ് പോവാൻ പറഞ്ഞത്. നമ്മുടെ ഏജൻസീസ് ആയാലും പെട്ടെന്ന് മൂവ് ഔട്ട് ചെയ്യണം, കാർക്കീവ് ഷെല്ലിംഗ് കൂടാനും ഭയങ്കരമായിട്ട് അറ്റാക്സ് വരാനും സാധ്യതയുണ്ട് എന്നുള്ള രീതിക്ക് പറഞ്ഞത്. നമ്മൾ 3 hours ആണ് നമ്മൾ നടന്ന് ടണല് വഴി വൊക്സാൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ എത്തിയിട്ട് ട്രെയിൻസിൽ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ക്രൗഡഡ് ആണ്. നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് പോലും എത്താൻ പറ്റുന്നില്ല. ഇനി എത്തിയാൽ തന്നെ ഇന്ത്യൻസിന് അവർ കയറ്റുന്നില്ല. യുക്രൈനിയൻസിന് തന്നെയാണ്, അതും ഗേൾസിന് മാത്രമാണ് പ്രയോറിറ്റി. യുക്രൈനിയൻ അല്ലാണ്ട് വേറെ ആരെയും നമ്മൾ കയറ്റുന്നില്ല. നമ്മൾ സ്റ്റക്കാണ്. അപ്പോഴാണ് ഇന്ത്യൻ എംബസി 6 മണിക്കുള്ളിൽ കാർക്കീവിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയുന്നത്. നമ്മളെ വാട്ട് ദേ എക്സ്പെക്ട് us to do എനിക്ക് അറിയത്തില്ല. എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മളെടുത്ത് ഇങ്ങനെ പറഞ്ഞാന്നുള്ളത്. കാരണം നമ്മൾ സ്റ്റുഡൻസ് ആണ്, നമ്മൾ സ്വന്തം റിസ്കിലാണ് അവിടെ നിന്ന് ഇവിടം വരെ വന്നത് തന്നെ. ഇനിയും നമ്മുടെ റിസ്കിൽ തന്നെ എങ്ങോട്ട് പോകണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആരെയും ഇതുവരെ ട്രെയിനിൽ കയറ്റിയിട്ടില്ല. കാർക്കീവിൽ നിന്ന് ആരും ഇവാക്യുവേറ്റ് ചെയ്തിട്ടില്ല. എല്ലാ ഫ്രണ്ട്സും, ഞങ്ങളുടെ ഉൾപ്പെടെയുള്ള എല്ലാ ഫ്രണ്ട്സും ഓരോ സ്ഥലത്തോട്ട് ഓടുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇടിച്ചും കുത്തിയും കയറി ഓടുകയായിരുന്നു. അല്ലാണ്ട് വെസ്റ്റിലൊക്കെ ഒരു പ്രശ്നം സ്ഥലത്ത് നിന്നാണ് ഇവാക്യുവേഷൻ നടന്നിട്ടുള്ളത് തന്നെ. നമ്മുടെ ഇവിടെ ഏറ്റവും പ്രശ്നമുള്ള സ്ഥലത്ത് നിന്ന് ഇവാക്യുവേഷൻ നടന്നിട്ടില്ല. ഇവിടെ അതിനെപ്പറ്റിയുള്ളൊരു നമ്മൾ ഇവിടുന്ന് മൂവ് ഔട്ട് ചെയ്യാനാ പറയുന്നത്. നമ്മൾ എങ്ങനെ മൂവ് ഔട്ട് ചെയ്യുന്ന പറയുന്നത്? ഓരോ സെക്കൻഡിലും ഷെല്ലിങ്ങും കാര്യങ്ങളും വീണോണ്ടിരിക്കുക. ഈവൻ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പോലും ഞങ്ങൾ സേഫ് അല്ല. ഞങ്ങൾക്ക് എപ്പോ എന്ത് സംഭവിക്കും അറിയത്തില്ല. ഈവൻ ഇന്നും കൂടി ഇന്ത്യൻ സ്റ്റുഡന്റിന്റെ ഡെത്ത് ഉണ്ടായി. ഞങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതിന്റെ എനിക്കറിയത്തില്ല. എന്താണ് ഇന്ത്യൻ എംബസി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇന്ന് ഇന്ത്യൻ സ്റ്റുഡന്റ് മരിച്ചത് അങ്ങനെയല്ല. നേരത്തെ 1 മാസമായി പക്ഷാഘാതം വന്ന് കിടന്ന കുട്ടിയാണ്. നിങ്ങളുടെ സമ്മർദ്ദവും ടെൻഷനും എല്ലാം മനസ്സിലാവുന്നുണ്ട്. നേരത്തെയും ഇന്ത്യയുടെ ഔദ്യോഗികമായ വക്താവ് തന്നെ പറഞ്ഞത് ഏത് വിധേനയും അവിടെ നിന്ന് മാറുക എന്നാണ്. വേറെ ഒരു മാർഗവും നിങ്ങളുടെ മുന്നിൽ ഇല്ലേ? ഇല്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്രയും നാളെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മളോട് പറയുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറുക. എങ്ങനെ മാറാനാണ്? പുറത്തോട്ട് കാല് വെക്കുമ്പോൾ മിസൈൽസ് ആണ് വന്ന് വീഴുന്നത്. ബോംബിന്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. എങ്ങനെ മാറാനാണ്? ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയത് മെട്രോ വർക്ക് ചെയ്യാത്ത ടണല് വഴി 3 മണിക്കൂർ വെള്ളവും ഭക്ഷണവും കൈ പിടിച്ച് ബാഗും തൂക്കി നടന്ന് 3 മണിക്കൂർ നടന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. അതും സേഫ് ആണോ എന്ന് വെച്ചാൽ ഒരു തരത്തിലല്ല. ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത്രയും ആൾക്കാർ ഇവിടെ ക്രൗഡഡ് ആയിട്ട് യുക്രൈനിയൻസ് വരെ കാർക്കീവിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഞങ്ങളെ എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇതിന്റെ മാക്സിമം നമ്മൾ ശ്രമിച്ചു, ഒട്ടും പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തുന്നത്. എല്ലാ മലയാളി കുട്ടികളും ഇപ്പോൾ അടുത്ത ട്രെയിൻ വരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ പോയി നിൽക്കും. ആ പോയി നിൽക്കുന്ന സ്ഥലം ഓപ്പൺ ഏരിയയാണ്. കർഫ്യൂ ടൈമാണ്. ഇപ്പൊ എപ്പോഴാണോ നിങ്ങളെ റോഡ് മാർഗം പോകാൻ ഒരു വഴിയുമില്ലാത്തൊരവസ്ഥയിലാണല്ലേ? അതെ, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കർഫ്യൂ ഇപ്പം നമുക്ക് 4 മണി മുതൽ കർഫ്യൂ ടൈം തുടങ്ങുന്നതാണ്. 6 മണിക്കാണ് ഇവിടെ ഇവാക്യുവേറ്റ്. 6 മണിക്ക് മുന്നെയാണ് ഇന്ത്യൻ എംബസി പറഞ്ഞത് ഇവിടെ മുമ്പേ എല്ലാരും പോകണമെന്നുള്ളത്. എന്താണ് ഞങ്ങൾ എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവർ നേരത്തെയും കുട്ടികൾ പറയുമ്പോഴും അവരങ്ങനെയാണ് പറയുന്നത്. അവരുടെ കയ്യിൽ ഇപ്പോൾ മാർഗമൊന്നുമില്ല. അവർ നിസ്സഹായാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവരും പറയുന്നത്. എങ്ങനെയും വരിക, ഇനി നടന്നായാലും പോകാന്നുള്ള മട്ടിലാണ് നേരത്തെ പ്രതികരണം വന്നത്. ബാക്കിയുള്ള നേഷൻസിൽ നിന്നും മെട്രോയിലൊക്കെ വരെ വന്ന് എംബസിയുടെ വണ്ടിയുടെ വാനും ഇതും ഉപയോഗിച്ച് വന്ന് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ കുട്ടികളൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇസ്രായേലിലാണ് നമ്മൾ നോട്ട് ചെയ്ത്. കാരണം മെട്രോയിൽ ഇതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇരുന്നപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ടായി. അവരെയൊക്കെ കൊണ്ട് ഞങ്ങൾ അതും ബാക്കി നമ്മുടെ ഇവിടെ നിന്ന് ഒരിതും വരാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് പല വഴിക്കായിട്ട് ഓടിപ്പോയത്. കാർക്കീവിൽ നിന്ന് നമ്മൾ ഓരോ ദിവസം കേൾക്കുന്നത് നമ്മുടെ കൂട്ടുകാർ അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, എന്താ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് പിന്നെ നമുക്ക് ഒരു ഹോപ്പായിട്ട് ഇതുപോലെ തന്നെ എയർഫോഴ്സിൽ നിന്ന് ഇതുപോലെ വരുന്നുണ്ട് എന്നുള്ള രീതിക്ക് വന്നു. അപ്പൊ ഒരു ചെറിയ ഹോപ്പ് ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് വി തോട്ട് ദാറ്റ് ദിസ് ഇസ് ഗോണ ഹാപ്പൻ. ഇവാക്യുവേറ്റ് ചെയ്യും കാർക്കീവിനും സുമിന്നും ഉള്ള സ്റ്റുഡൻസിനെ. പക്ഷെ അതും നമ്മൾ വെയിറ്റ് ചെയ്യും തോറും നമ്മുടെ അവസ്ഥയുടെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക, നിങ്ങൾക്ക് ട്രെയിനിൽ കയറാൻ കഴിയാത്ത ഒരവസ്ഥ, പുറത്തേക്ക് ഇറങ്ങാനും കഴിയാത്തൊരവസ്ഥ. റെയിൽവേ സ്റ്റേഷനും സേഫ് അല്ല. ഞങ്ങളടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ 5 മണിക്കൊരു ട്രെയിൻ ഉണ്ട്, അതിന് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കയറി നോക്കാന്നുള്ളത് കയറാൻ പറ്റുമോന്ന് അറിയത്തില്ല.
അതും ബോർഡർ ആ 6 മണിക്കൂറിൽ കഴിയുമോ അറിയത്തില്ല. തിരിച്ച് മെട്രോയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ എപ്പോൾ അറ്റാക്ക് വരുമെന്നറിയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ മാനസികാവസ്ഥയോ എന്താ സിറ്റുവേഷൻ ആണെന്നോ ഒന്നും ആർക്കും മനസ്സിലാക്കാൻ വേണ്ട, അറിയാൻ വേണ്ട. ലൈക്ക് ജസ്റ്റ് ഒരു നോട്ടീസ് ഇട്ടേക്കാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ ഈ ട്വിറ്റർ വഴി കണ്ട എംബസിയുടെ നിർദ്ദേശം അല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടുമില്ല ഇതുവരെയും? ഇല്ല, നമ്മുടെ ഏജൻസ് ആയാലും എംബസിയുടെ ഇത് ഇങ്ങനെ വന്നതിന് ശേഷമാണ് ഏജൻസ് നമ്മുടെ അടുത്ത് രാവിലെ കർഫ്യൂ ടൈം നോക്കി കഴിഞ്ഞാലും യുക്രൈനിയൻസിന്റെ അറ്റാക്ക് ഉണ്ടാവില്ല എന്നുള്ളൂ. റഷ്യൻസ് സ്റ്റിൽ ദേ ആർ ഗോണ അറ്റാക്ക്. അപ്പൊ നമ്മൾ ആ സമയത്ത് നോക്കിയും കണ്ടും പേടിച്ചാണ് ഇവിടം വരെ എത്തിയപ്പോഴും. പക്ഷെ ഇവിടെ അവസ്ഥ ഇത് തന്നെയാണ്. നമുക്ക് നെറ്റ് മര്യാദയ്ക്ക് കിട്ടുന്നില്ല. നമ്മുടെയൊക്കെ ഫോൺ ചാർജ് കുറവാണ്. നെറ്റ് എപ്പോ വേണമെങ്കിലും റൺഔട്ട് ആവാം. കുറച്ച് കഴിഞ്ഞാൽ കണക്ഷൻ. എന്തായാലും അഫ്രീൻ, ഞങ്ങൾ ഒരിക്കൽ കൂടി നേരത്തെയും ബന്ധപ്പെടുന്നു, ഒരിക്കൽ കൂടി എംബസിയുമായി വീണ്ടും ബന്ധപ്പെടാം. നിങ്ങളുടെ അവസ്ഥ ഇതിൽ തന്നെ നിങ്ങളുടെ അവസ്ഥയുടെ ഒരു ആഴം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് എന്ത് പറയണം എന്ന് അറിയില്ല കൃത്യമായി അഫ്രീനോട്. ആ ഒരു ബുദ്ധിമുട്ടും നിങ്ങളുടെ പ്രയാസവും എല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ വീണ്ടും അറിയിക്കാം. നമുക്ക് കഴിയുന്ന അത് മാത്രമാണ്. നിങ്ങൾ പരമാവധി ആത്മധൈര്യത്തോടു കൂടി ഇരിക്കുക. അടുത്ത ട്രെയിനിലെങ്കിലും എങ്ങനെയെങ്കിലും കയറാൻ, ഏതെങ്കിലും മാർഗത്തിൽ കയറാൻ കഴിയുമെങ്കിൽ അതിന് പരിശ്രമിക്കുക. അല്ലെങ്കിൽ പരമാവധി അവിടെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയും പുറത്തു വരാൻ കഴിയുന്നില്ല. ഇത്ര വലിയ ഷെല്ലിങ് നടക്കുകയാണെങ്കിൽ എങ്ങനെയും നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ ആത്മധൈര്യത്തോടുകൂടി ഇരിക്കുക എന്ന് മാത്രമേ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നുള്ളൂ. എന്തായാലും നിങ്ങളുടെ ഈ സങ്കടം പൂർണ്ണമായും ഞങ്ങൾ ഇപ്പോൾ തന്നെ എംബസിയെ വീണ്ടും നമ്മുടെ നോർക്ക് വഴിയും വിദേശകാര്യ മന്ത്രാലയം വഴിയും ഉറപ്പായും തന്നെ അറിയിക്കും. ഏതെങ്കിലും ഒരു വഴി എന്തായാലും നമ്മുടെ മുന്നിൽ തുറന്നു വരാതിരിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കുട്ടികൾ വളരെ സങ്കടത്തിലാണ്. അവർ ഹോസ്റ്റലിൽ നിന്ന് രാവിലെ ഇറങ്ങി, ഇതുവരെ അവർ ബങ്കറുകളിലായിരുന്നു. അവിടെ ഈ അപകടമില്ലായിരുന്നു. പക്ഷേ പുറത്തിറങ്ങി അവർക്ക് ട്രെയിനിൽ കയറാൻ കഴിയുന്നില്ല. ഇനി കനത്ത യുദ്ധത്തിലേക്ക് വന്നാൽ എന്താവുമെന്ന അവസ്ഥ നമുക്കും ഒന്നും പറയാൻ ആ കുട്ടികളോട് കഴിയുന്നില്ല. ആ സങ്കടത്തിൽ പങ്കുചേരാനല്ലാതെ നമ്മൾ പരമാവധി ഈ വിവരങ്ങളെല്ലാം നേരത്തെ തന്നെ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയത്തെയും എല്ലാം അറിയിച്ചിരുന്നു. അവരും പറയുന്നൊരു ഉത്തരം കൃത്യമായും ആ കുട്ടികളുടെ ചോദ്യത്തിനൊരു മറുപടി പറയാൻ അവർക്കും കഴിയാത്ത ഒരു അവസ്ഥ നിലനിൽക്കുകയാണ്. എന്തായാലും നല്ല രീതിയിൽ തന്നെ എല്ലാം മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.